പ്രൈസ് ദി ലോർഡ്. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും എന്നരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കൂടി ദാനം തന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ ആ തിരുസന്നിയിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാൻ പ്രിയരെ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവേൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വത്സലി സഹോദരങ്ങളെ, നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ നാം ഒറ്റയ്ക്കല്ല. പിതാവാം ദൈവം പുത്രനോട് കൂടെ ഇരുന്നത് പോലെ നമ്മോട് ഓരോരുത്തരോടും കൂടെ ഇരുന്ന് നമ്മുടെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട് പ്രിയരെ. ഇവിടെ പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടേ എങ്കിലും നിങ്ങൾ ധൈര്യപ്പെട്ടുകൊള്ളണം, നിങ്ങൾ ധൈര്യത്തോടിരിക്കണം. കാരണം എന്താ? കർത്താവ് ഈ കഷ്ടതയെല്ലാം ജയിച്ചു കയറിയതുപോലെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും ജയിച്ചു കയറണം. സകലത്തെയും ജയിച്ചു കയറിയെങ്കിലേ ആ നിത്യരാജ്യത്തിൽ പ്രവേശിക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ നാം ആയിരിക്കുമ്പോൾ ഇവിടെ കഷ്ടതയില്ല, ഭാരമില്ല, പ്രയാസമില്ല, പ്രതികൂലമില്ല എന്നൊക്കെ ആരെങ്കിലും നമ്മെ പഠിപ്പിച്ചാൽ അതൊന്നും ദൈവമക്കൾ അംഗീകരിക്കരുത് പ്രിയരെ. ഇനി ആരെന്ത് പറഞ്ഞാലും അത് വചനത്തിലുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കണം. വചനം എന്ത് പറയുന്നു അത് നാം അനുസരിക്കുക, അത് നാം അതുപോലെ അംഗീകരിക്കുക. ഈ കഷ്ടതയില്ല എന്ന് പഠിപ്പിക്കുന്നവർ അവർ പിന്നെ എങ്ങനെ നിത്യതയിൽ പ്രവേശിക്കുന്നത്? ഈ സ്വന്തം മോഹങ്ങളിലും ഇഷ്ടങ്ങളിലും ജീവിക്കുന്നവർക്ക് ഒരിക്കലും നിത്യരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. തിരുവചനം അതുപോലെ പ്രമാണിക്കുന്നവർക്കേ നിത്യതയുള്ളൂ. കാരണം വചനമാണല്ലോ നമ്മെ നിത്യതയിൽ പ്രവേശിപ്പിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് എന്താ പറഞ്ഞത്? നീയോ സകലത്തിലും നിർമ്മതനായിരിക്ക, കഷ്ടം സഹിക്ക, സുവിശേഷത്തിന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്ക. അതുകൊണ്ട് കഷ്ടതയില്ല അല്ലെങ്കിൽ കഷ്ടതയില്ലാതെ നമുക്ക് ക്രിസ്തീയ ജീവിതം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നാം അത് അംഗീകരിക്കരുത്. ഇതിനെയൊക്കെ ജയിക്കുവാനുള്ള കൃപ നമ്മുടെ കർത്താവ് നമ്മുടെ മേൽ പകർന്നു തരും. ഈ ലോകത്തിലെ സകല ഭക്തന്മാരുടെ മേലും അവരുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്. മുമ്പ് ജീവിച്ചിരുന്നവരുടെ മേലും ഉണ്ടായിരുന്നു. എന്താ ഈ കഷ്ടത എന്ന് പറയുന്നത്? നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന വിവിധ തരത്തിലുള്ള പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അരിഷ്ടതകൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, പരീക്ഷകൾ, ക്ലേശങ്ങൾ, ഇതെല്ലാമായി കഷ്ടത എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ കർത്താവിന് നമ്മെ നിത്യതയിലെത്തിക്കണം. നമ്മുടെ നിത്യത നഷ്ടമാകാതിരിക്കുവാൻ വേണ്ടിയാ ഈ കഷ്ടത വരുന്നത്. എന്നാൽ ഈ കഷ്ടത ജീവിതത്തിൽ കൂടുമ്പോഴും നാം നമ്മുടെ ദൈവത്തിനുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളണം. അപ്പോസ്തലപ്രവൃത്തി 14:22 എന്താ പറയുന്നത്? വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോന്നു. അപ്പോൾ കഷ്ടങ്ങൾ കൂടിയേ ദൈവരാജ്യത്തിൽ കടക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ ഈ കഷ്ടതയുടെ നടുവിൽ നാം ആയിരിക്കുമ്പോഴും നമ്മുടെ വിശ്വാസം നാം മുറുകെ പിടിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ നാം നിലനിൽക്കണം പ്രിയരെ. ജീവിതത്തിൽ കഷ്ടവും ക്ലേശവും ഒക്കെ കടന്നു വരും. പക്ഷേ നാം കർത്താവിൻ്റെ ഉള്ളം കരത്തിലാണ്. ആവർത്തന പുസ്തകം 33:27 പറയുന്നു, പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. അപ്പൊ നാം നമ്മുടെ ജീവിതത്തിൽ എന്ത് കടന്നു വന്നാലും ആ ശാശ്വത ഭുജങ്ങൾ അല്ലെങ്കിൽ ആ ഭുജത്തിലാ നാം ആയിരിക്കുന്നത്, അല്ലേ? ദൈവത്തിന്റെ ശാശ്വത ഭുജങ്ങളിൽ നാം സുരക്ഷിതരാ. ഒരു ഭദ്രതാബോധം ഈ വാക്യത്തിൽ നമുക്ക് നമ്മുടെ മേൽ വ്യാപരിക്കുവാനിടയാകുന്നില്ലേ? മനസ്സിലെ സഹോദരങ്ങളെ, ഒരു വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കിയ സർവശക്തനായ തേജോമനായ ദൈവം
എല്ലാവർക്കും എല്ലായ്പ്പോഴും ഒരു അഭയകേന്ദ്രമാ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു എന്നല്ലേ. സർവശക്തന്റെ കൈകൾ തൻ്റെ പ്രിയ മക്കളായ നമ്മെ എപ്പോഴും താങ്ങി നടത്തുന്നുണ്ട്. ആവർത്തന പുസ്തകം 33:3 പറയുന്നു, അവൻ ജനത്തെ സ്നേഹിക്കുന്നു, അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിൽ ഇരിക്കുന്നു. അപ്പൊ നാം ആ ഉള്ളം കൈയിലാണ്. നാം വിശ്വസിക്കുവാൻ കഴിയുന്നില്ലേ? വിശ്വാസത്തോടെ ഇന്ന് പകലിൽ പറ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന്. അതെ, അപ്രകാരം തന്നെ വിശ്വസിക്കുക. ദൈവത്തിൽ അഭയം തേടുന്നവർക്ക് എന്നേക്കുമുള്ള സംരക്ഷണമാ നമ്മുടെ കർത്താവ് നൽകിത്തരുന്നത്. യഹോവയുടെ ശാശ്വത ഭുജങ്ങൾ നമ്മെ വലയം ചെയ്തു പരിപാലിക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സുരക്ഷാ ബോധത്തിൽ നിന്നുണ്ടാകുന്ന സമാധാനവും സന്തോഷവും പ്രത്യാശയും എല്ലാം നാം ഈ ഭൂമിയിൽ കഷ്ടവും ക്ലേശവും ഒക്കെ അനുഭവിക്കുമ്പോഴും നാം ഈ പ്രത്യാശയോടെ വേണം ജീവിക്കുവാൻ. ഈ ശാശ്വത ഭുജങ്ങളിൽ നാം സുരക്ഷിതരായി, അല്ലെങ്കിൽ ആ ഭുജങ്ങൾക്കുള്ളിൽ നാം സുരക്ഷിതരായിരിക്കുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഏറുമ്പോൾ പിറുപിറുക്കുകയാണോ ചെയ്യുന്നത്? എന്നാൽ വാത്സല്യ സഹോദരങ്ങളെ, പിറുപിറുക്കാതെ എണ്ണി എണ്ണി പറയുവാൻ എത്ര അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ഈ ഭാരം പ്രയാസവും ഒക്കെ അനുഭവിക്കുമ്പോൾ തന്നെയും കഴിഞ്ഞുപോയ ഇന്നലകളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവിത പടകം മുങ്ങി തകർന്നു പോകുവാൻ തുടങ്ങി. അവിടെയൊക്കെയും തകർന്നു പോകാതെ നമ്മെ നിർത്തിയത് നമ്മുടെ കർത്താവിൻ്റെ കരമല്ലേ? നാം കുറവുള്ളവരായി ജീവിക്കുമ്പോഴും ഈ ദൈവത്തിൻ്റെ സ്നേഹം നാം അനുഭവിക്കുന്നത് അവൻ്റെ കരുണയൊന്ന് മാത്രമല്ലേ? അത്യുന്നതനായ ദൈവം നമ്മുടെ പാവങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്ന ദൈവമല്ല. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്നല്ലേ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വാത്സല്യ സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വന്നപ്പോഴും നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയത് കൊണ്ടാണ് ഇന്ന് പകലിൽ പുതിയൊരു പ്രഭാതം നാം കണ്ടത്. പുകഴുവാൻ നമുക്ക് ഒന്നുമില്ല പ്രിയരെ, ഒന്നിലും നമുക്ക് പ്രശംസിക്കുവാനുമില്ല. ജീവിതത്തിൽ ഒരു പ്രതികൂലം കടന്നു വന്നാൽ, ഒരു കൊടുങ്കാറ്റടിച്ചാൽ പിന്നെ നാം ഇല്ല. എന്നാൽ ആ ശാശ്വത ഭുജങ്ങൾ ഈ നിമിഷം വരെ നമ്മെ താങ്ങിയത് കൊണ്ട് നാം വീഴാതെ നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. സ്വന്തം ബലമാണെന്ന് ആരും ചിന്തിക്കരുത്. ഈ ബലവാനായ ദൈവത്തോട് ചേർന്ന് ഓരോ നിമിഷവും നടന്നുകൊള്ളണം പ്രിയരെ. ദൈവത്തോട് ചേർന്ന് നടന്നാൽ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ആ ശാശ്വത ഭുജങ്ങൾ അവൻ നമ്മെ വഹിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് പ്രിയരെ, ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ അരുളി ചെയ്ത ദൈവം ഈ പ്രതികൂലങ്ങളുടെ ഒക്കെ നടുവിൽ നമ്മെ താങ്ങി നിർത്തി ആ കരങ്ങളിൽ നമ്മെ വഹിച്ച് നടത്തും എന്നുള്ള വിശ്വാസത്തോടെ ഇതുവരെ നടത്തിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇനി മേലാലും നടത്തുവാൻ ശക്തനാണെന്ന് മനസ്സിലാക്കി ഈ കഷ്ടങ്ങളൊക്കെ നമ്മെ നിത്യതയിൽ എത്തിക്കുവാനാണെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിച്ച് കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുക്കപ്പെടാം പ്രിയരെ. ഈ വചനങ്ങളാൽ ഇന്ന് പകലിലും ദൈവം സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.